യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസിന് നേരെ കല്ലേറ്. വിവരങ്ങൾ സുനിൽ അരുമാനോട് നൽകും. സുനിൽ, യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് കൂടുതൽ അക്രമാസക്തമാകുന്ന കാഴ്ചയാണോ കാണാൻ കഴിയുന്നത്? മനു, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ KSU പ്രവർത്തകരും അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. കാരണം നേരത്തെ സ്വാശ്രയ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനുക നിരാഹാര സമരത്തിന്റെ ആ വിഷയത്തിൽ സർക്കാർ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇവർ മാർച്ച് നടത്തിയത്. മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞെങ്കിൽ പോലും ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് സെക്രട്ടറിയറ്റിനകത്തേക്ക് കയറാൻ പ്രവർത്തകർ ശ്രമിച്ചു. ഇതിനെ തുടർന്ന് പോലീസിന് നേരെ ശക്തമായ രീതിയിലുള്ള കല്ലേറാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നടത്തിയത്. ജലപീരങ്കി പ്രയോഗത്തിലൊന്നും ഇവർ പിന്മാറാൻ തയ്യാറാകാതെ ശക്തമായ രീതിയിൽ കല്ലേറ തുടരുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ പോലീസ് ഒഴിക്കുകയാണെങ്കിൽ പോലും വീണ്ടും പോലീസിന് നേരെ ഇവർ കല്ല് എറിയുന്നുണ്ട്. അതുപോലെ തന്നെ സമരപ്പന്തലിൽ ഇരിക്കുന്ന കസേരകൾ ധരിച്ച് പോലീസിനെതിരെ എറിയുന്നു. ടിയർ ഗ്യാസ് ഇപ്പോൾ പോലീസ് പ്രയോഗിച്ചെങ്കിലും ഈ പ്രവർത്തകരൊന്നും തന്നെ പിൻവാങ്ങാതെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇപ്പോഴും കല്ലെറിഞ്ഞുകൊണ്ടും ചെരുപ്പ് വലിച്ചെറിഞ്ഞുകൊണ്ടും ഇപ്പോഴും നിൽക്കുകയാണ്. ഇപ്പോഴും സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണുള്ളത്. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ അക്രമം അരങ്ങേറുന്നുവെന്ന വാർത്തകളാണ്. അതേസമയം കോഴിക്കോടും ഇന്ന് ഒരുപാട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ നടക്കുകയുണ്ടായി. സ്വാശ്രയ വിഷയത്തിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് DDO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് അക്രമാസക്തമായത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് ഉണ്ടായത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രതിഷേധം അക്രമാസക്തമാകുന്ന കാഴ്ചകളാണ് ഉണ്ടായത്.